ദൈവത്തിരുന്ന വാഴ്ചകളാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18, 19, 20. മത്തായി 28, 18, 19, 20. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുക കർത്താവേ. പുത്രൻ മൂലം ഞങ്ങൾക്ക് ഇന്നും നിന്റെ വചനം പഠിപ്പാൻ ഇടയാകുന്ന വാർത്ത തിരുനാമത്തിന് സ്തോത്രം. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഒരിക്കലും മാനുഷിക ആലോചനയല്ല കർത്താവേ, നിന്റെ ആലോചനകൾക്ക് നിന്റെ വചനത്തിന് മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കേൾവിക്കാരോട് അവിടുന്ന് ഇടപെടണമേ, അടിയനെ ബലപ്പെടുത്തണമേ, അവിടുന്ന് മഹത്വം എടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കും പിതാവേ. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നാം ഇപ്പോഴും വായിച്ചു കേട്ടത്. പ്രത്യേകിച്ചും ഈ വാക്യത്തെ പറയുന്നതാണ് ദ ഗ്രേറ്റ് കമ്മീഷൻ, കർത്താവിൻ്റെ അന്തിമ ആജ്ഞ. കർത്താവ് മരിച്ചു, അടക്കം പെട്ടു, സ്വർഗാരോഹണം. അവന് 40 ദിവസം ഭൂമിയിൽ ജീവിച്ചു. ആ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരെ കൂട്ടിവരുത്തി അവരോട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണുള്ളത്. ഞാനാണ് അധികാരസ്ഥൻ, ഞാൻ അധികാരത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ പുറപ്പെട്ടു പോകണം. ഞാൻ അധികാരത്തിലാണ്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ട് അവരെ അതിനുശേഷം ഞാൻ പഠിപ്പിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ച് അവരെ എൻ്റെ ശിഷ്യരാക്കണം. ഈ കൽപ്പനയെ പറയുന്നതാണ് 3D, 3D. കാരണം ഈ 3D എന്ന് പറയുന്നത് വാസ്തവമായിട്ടും ഇത് ഇങ്ങനെയാണ്. ഒന്ന്, യു ഗോ ആൻഡ് പ്രീച്ച്, അവരുടെ സുവിശേഷം പറയുക. ആൻഡ് ഡിപ് ദം, അവരെ മുക്കുക. കർത്താവ് പറഞ്ഞാണ് ഗോ ആൻഡ് പ്രീച്ച് ടു ദം ആൻഡ് ഡിപ് ദം. അവരോട് സുവിശേഷം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവരെ മുക്കണം. ഇത് മാത്രമല്ല, മുക്കിയിട്ട് ദെൻ അവരെല്ലാം പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെ അവർ പഠിപ്പിക്കണം. ദെൻ ഡെവലപ്പ് ദം, ഡിപ് ദം ആൻഡ് ഡെവലപ്പ് ദം. അതിനുശേഷം മേക്ക് ദം മൈ ഡിസൈപ്പിൾ, എൻ്റെ ശിഷ്യന്മാരാക്കണം. വാസ്തവമായിട്ടും കർത്താവിൻ്റെ അന്തിമ ഈ എന്ന് പറയുന്നത് ലാസ്റ്റ് കമാൻഡ്മെന്റ്, ഗ്രേറ്റ് കമ്മീഷൻ. ഈ കൽപ്പന നമ്മൾ ഓരോ വിശ്വാസിയും ആചരിക്കാൻ വളരെ ആവശ്യമാണ്. എങ്കിൽ ക്രൈസ്തവ വളർത്തി നോക്കാമെങ്കിൽ ഇതുപോലെ വിവാദപരമായിട്ടുള്ള വിഷയം വേറെ ഉണ്ടോ എന്നെനിക്ക് അറിയില്ല. വാസ്തവമായിട്ടും സ്നാനം ഏതു വിധമാണെന്ന് ചോദിക്കാമെങ്കിൽ ക്രൈസ്തവ കോളത്തിൽ നിന്ന് പല രീതിയിലുള്ള സ്നാനം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങളെ അവർ ജനിച്ചതിൻ്റെ ആ ചെറുപ്രായത്തിൽ തന്നെ തളിച്ച് ശിശുസ്നാനം ചെയ്യുന്ന കാണാൻ പറ്റും. ഒന്ന് ശിശുസ്നാനമാണ്, തളിക്കൽ പ്രക്രിയയാൽ. മറ്റു ചിലർ കൊടിക്കീഴിൽ സ്നാനപ്പെടുന്ന കാണാൻ പറ്റും. കൊടിയുടെ കീഴിൽ ചെന്ന് തീരുമാനമെടുക്കുന്ന ഒരു പ്രക്രിയ കാണാൻ പറ്റും. മൂന്നാമത് ഒരു കൂട്ടർ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുന്നത് കാണാൻ പറ്റും. വേറൊരു കൂട്ടർ പറയും ആ സ്നാനത്താലാണ് ഉദ്ധാരണ രക്ഷയെന്ന്. വാസ്തവത്തിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വാദഗതികൾ ഇതിൽ കുറിച്ച് വളരെ കാണാൻ പറ്റും. എങ്കിൽ ഞാൻ ആ വാദഗതികളിലേക്ക് ഒന്നും പോകാൻ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. നമുക്ക് ഒരു കാര്യം, നമ്മളുടെ ആധികാരികത ബൈബിളിലാണ്. ആ ബൈബിള് സ്നാനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് മാത്രം നമുക്ക് ഈ സമയത്ത് നോക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നമ്മൾ സ്നാനത്തെക്കുറിച്ച് നോക്കാമെങ്കിൽ ബൈബിളിൽ 6 തരം സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ശിശുസ്നാനമോ കൊടിസ്നാനമോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ബൈബിളിൽ 6 തരം സ്നാനത്തെ പറയുന്നത് കാണാൻ പറ്റും. ഒന്നാമത് 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ 2 ഭാഗത്തിൽ കാണാൻ പറ്റുകയാണ്, മോശയോട് ചേരുവാൻ അവർ സ്നാനം പറ്റും. ആദ്യത്തെ സ്നാനം മോശയോട് ചേരുവാൻ സ്നാനം. രണ്ടാമത്തത് ഇങ്ങനെയാണ്, യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം. അത് നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷത്തിൻ്റെ 3:11 വാക്യത്തിലാണ്. പിന്നെ നമ്മൾ കാണുന്ന ആത്മസ്നാനം. പിന്നെ അടുത്ത് കാണുന്നത് തീ കൊണ്ടുള്ള സ്നാനം. അവസാനം ആയിട്ട് പിന്നെ കാണുന്നത് ജലസ്നാനം. ഏറ്റവും ഒടുക്കലായിട്ട് നാം കാണുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. ഞാൻ ആ സ്നാനം വീണ്ടും പറഞ്ഞു കേൾപ്പിക്കാം. ഒന്നാമത് മോശയോട് ചേരുവാൻ സ്നാനം, രണ്ടാമത് യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം, മൂന്നാമത് ആത്മസ്നാനം, അടുത്തത് തീ കൊണ്ടുള്ള സ്നാനം, അടുത്തത് ജലസ്നാനം, അവസാനമായിട്ട് 6ാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. നമുക്ക് ആ സ്നാനങ്ങളെ നോക്കാമെങ്കിൽ മോശയോട് ചേരുവാനുള്ള സ്നാനം, ഇത് മിസ്രൈമിൽ നിന്നും അല്ലെ അടിമവീട്ടിൽ നിന്നും പുറപ്പെട്ടു വന്ന ആ ഇസ്രായേൽ ജനം, അവർ
ആ ചെങ്കടൽ കടക്കുമ്പോൾ പറയുകയാണ്, അവർ ചെങ്കടലിലും അവർ മേഘങ്ങളിലും മോശയോട് ചേരുവാൻ സ്നാനം പറ്റും. വാസ്തവത്തിൽ അവിടെ അവർ മോശയോട് അവർ ഏകീഭവിച്ചു എന്ന് മാത്രമേ വാക്കിന് അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു സ്നാനം ഉണ്ടായിട്ടില്ല എങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്, പറയാൻ പറ്റും അവർ മോശയോട് അവർ ഏകീഭവിച്ചു എന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇന്ന് അങ്ങനെ സ്നാനം വിശ്വാസിക്ക് ഇല്ല. രണ്ടാമത്തെ സ്നാനമാണ് യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം. നമുക്ക് വായിക്കാം മത്തായി സുവിശേഷത്തിന്റെ 3:10. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗമാണ് കേൾക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുകയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തതിനെ അവൻ വെട്ടി തീയിലിടും. ഈ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടപ്പോൾ അനേക യഹൂദന്മാർ, അവർ അവകാശവും വാഗ്ദത്തവും ലഭിച്ചവരാണ്, അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരുടെ മനസ്സിന് വ്യത്യാസം വന്നു. മാനസാന്തരം വന്നു കഴിഞ്ഞപ്പോൾ അവർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് യോർദാനിൽ യോഹന്നാനാൽ സ്നാനം പറ്റു. അപ്പോൾ ആ സ്നാനമാണ് മാനസാന്തര സ്നാനം. ഇന്ന് ആ സ്നാനവും നമ്മൾക്കില്ല. അപ്പോൾ 2 സ്നാനം ഞാൻ പറഞ്ഞു. ഒന്ന് മോശയോട് ചേരുവാനുള്ള സ്നാനം, രണ്ടാമത്തത് യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനം. മൂന്നാമത്തത് നാം വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. യോഹന്നാൻ പറയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിനാലും സ്നാനം കഴിപ്പിക്കും. പറയാണ്, പരിശുദ്ധാത്മാവിനും തീയിനാലും എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞാണ്, യേശുക്രിസ്തു അവൻ വന്നിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുക. അതാണ് ആത്മസ്നാനം. ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവെന്ന് അധരം കൊണ്ടേറ്റ് പറയുന്ന ആ രക്ഷാപ്രക്രിയ മാത്രമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയും. രണ്ടാമത് തീ കൊണ്ടുള്ള സ്നാനം. ഈ തീ കൊണ്ടുള്ള സ്നാനം ഇത് ആർക്കാണ്? വാസ്തവത്തിൽ അത് കാണണമെങ്കിൽ അവിടെ യോഹന്നാൻ തന്നെ പറയുന്നത് എങ്ങനെയാണ്? വീശുമറം അവൻ്റെ കരങ്ങളിൽ ഉണ്ട്. അവൻ ഗോതമ്പ് കളപ്പരിൽ അവന് കൂട്ടിവെക്കുകയും പിന്നെ പതിരിനെ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ പറയാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ്റെ പക്കൽ വീശുമുറമുണ്ട്. ആത്മസ്നാനം ഏൽക്കാത്ത അവിശ്വാസിയെ അവനെന്ത് ചെയ്യുന്നോ, അവൻ ഗോതമ്പ് അല്ലെങ്കിൽ ആ വിശ്വാസി കളപ്പൂരിൽ കൂട്ടിവെച്ചിട്ട് അവൻ്റെ ഭണ്ഡാരഗ്രഹത്തിലേക്ക് സ്വർഗത്തിലേക്ക് മാറ്റിയിട്ട് ആ കർത്താവിൻ്റെ രക്ഷയെ സ്വീകരിക്കാത്തവനെ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ നിത്യ തീപ്പൊയ്കയിലേക്ക് നരകാഗ്നിയിലേക്ക് എറിയുന്ന ഒരു ദിവസമുണ്ട്. പറയാണ്, വീശുമുറം അവൻ്റെ പക്കലുണ്ട്. ആ അഗ്നിസ്നാനം, ആ തീ കൊണ്ടുള്ള സ്നാനം ഒരിക്കലും വിശ്വാസിക്കല്ല. അത് എരുതി നരകത്തിലേക്ക് അവസാനം അവിശ്വാസികളെ പാറ്റിക്കളയുന്ന ആ വലിയ വെള്ളസിംഹാസനത്തിൻ്റെ ആ ജഡ്ജ്മെൻ്റാണ്. അതൊരിക്കലും വിശ്വാസിക്കുള്ളതല്ല. അത് കൊടുക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണെന്ന് കാണാൻ പറ്റും. അടുത്തതാണ് യേശുക്രിസ്തുവിൻ്റെ സ്നാനം, യേശുവിൻ്റെ സ്നാനം. യേശു എന്തിന് സ്നാനം ഏറ്റു? ഒരുപാട് ക്രൈസ്തവർ വിശ്വസിക്കുന്നതിനാണ് നമുക്ക് നല്ല മാതൃകയെ സ്നാനം ഏറ്റു എങ്കിൽ ദൈവം ഒരിക്കലും അത് പഠിപ്പിക്കുന്നില്ല. യേശുക്രിസ്തു സ്നാനമേറ്റത് എന്തിനാണെന്ന് ചോദിക്കാമെങ്കിൽ അവിടെ നമുക്കറിയാം, യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് യേശുക്രിസ്തു വന്നപ്പോൾ യോഹന്നാൻ അവനെ തടുത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിറവേറ്റുന്ന നമുക്ക് ഉചിതം. യേശുക്രിസ്തു സ്നാനമേറ്റത് നീതി നിറവേറ്റാനാണ്. പെട്ടെന്ന് വരും ചോദ്യം, എന്ത് നീതിയാണ് അവൻ സ്നാനത്തിൽ നിറവേറ്റിയത്? വാസ്തവത്തിൽ യേശുക്രിസ്തു എന്ത് നീതി നിറവേറ്റി എന്നറിയണമെങ്കിൽ യേശുക്രിസ്തു ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു ആരാണ്? അവൻ പ്രവാചകനാണ്, പുരോഹിതനാണ്, അവൻ രാജാവാണ്. ആ യേശുക്രിസ്തുവിന് 3 ഒഫീഷ്യൽ കാര്യങ്ങളാണ്. ഹീസ് എ പ്രോഫറ്റ്, ഈസ് എ പ്രീസ്റ്റ്, ഈസ് എ കിങ്. പ്രവാചകനും പുരോഹിതനും രാജാവായ കർത്താവായ യേശുക്രിസ്തു. വാസ്തവമായിട്ട് യേശുക്രിസ്തു നമുക്ക് പറയാൻ പറ്റും, അവൻ പ്രവാചകനാണ്, പുരോഹിതനാണ്. പുരോഹിതൻ എപ്പോഴാണ് സ്നാനം ഏൽക്കുന്നത് അറിയാമോ? പുരോഹിതൻ എങ്ങനെ പുരോഹിതനാകുന്നത് അറിയാമോ? സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഒരു ലേവ്യ പുരോഹിതൻ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണം. യേശുക്രിസ്തു സ്നാനമേറ്റത് 30-ാം വയസ്സിലാണ്. യേശുക്രിസ്തു എന്തിന് 30-ാം വയസ്സിൽ സ്നാനമേറ്റു? ആ പുരോഹിത ശുശ്രൂഷയ്ക്ക് അവൻ പ്രവേശിക്കണമെങ്കിൽ അവൻ സ്വർഗത്തിലെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ പൗരോഹിത്യ സ്ഥാനത്തേക്ക് അവൻ കടക്കണമെങ്കിൽ 30-ാം വയസ്സിൽ മറ്റ് ലേവ്യ പുരോഹിതന്മാരെ പോലെ തന്നെ അവൻ സ്നാനമേറ്റേ മതിയാകുള്ളായിരുന്നു. അവൻ സ്നാനമേൽപ്പിച്ചത് ആരാന്നറിയാമോ? സ്നാപകനായ യോഹന്നാൻ. യോഹന്നാൻ ആരാ? അവൻ പുരോഹിത വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവൻ പ്രവാചകനുമാണ്.
കർത്താവ് പറയാണ്, ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാട്ടിലും യോഹന്നാൻ ഏറ്റവും വലിയവൻ. മനുഷ്യരിൽ ഏറ്റവും വലിയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ആ യോഹന്നാനെ കർത്താവ് എന്തിനു അയച്ചു? എന്നെ സ്നാനമേൽപ്പിക്കുവാൻ അയച്ചവൻ. അവനെ തൻ്റെ പുത്രനെ സ്നാനമേൽപ്പിക്കാൻ വേണ്ടി മാത്രം പിതാവിനെ ഭൂമിയിലേക്ക് അയച്ചതാണ്. അതായത് യേശു ക്രിസ്തുവിനെ സ്നാനമേൽപ്പിക്കുക, ആ ദൈവനീതി നിറവേറ്റുക. വാസ്തവമായിട്ടും ആ ദൈവനീതി നിറവേറ്റാൻ വേണ്ടി അയക്കപ്പെട്ടൊരു വ്യക്തി, ഭൂമിയിലെ മനുഷ്യരിൽ ഏറ്റവും വലിയവൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ ഏറ്റവും വലിയവൻ. ആ വ്യക്തി ഇതാ അവൻ്റെ അടുത്ത് കർത്താവ് യേശു ക്രിസ്തു വന്നു 30-ാം വയസ്സിൽ. വന്നിട്ട് അവൻ ആദ്യം കഴുകി സ്നാനത്തിൽ, നമുക്കറിയാം എങ്ങനെ ഒരു വ്യക്തി പുരോഹിതനാണെന്നുള്ള കാര്യം. അവനെ ജലത്തിൽ കഴുകും, എണ്ണ കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. അവൻ ജലത്തിൽ കഴുകിയിട്ട് എണ്ണ കൊണ്ട് അവനെ അഭിഷേകം ചെയ്യും. യേശു ക്രിസ്തു ആ സ്നാനജലത്തിലേക്ക് വന്നു. അവൻ ജലത്തിൽ കഴുകപ്പെട്ടു, ജലത്തിൽ മുങ്ങിത്താണു. എണ്ണ കൊണ്ട് അഭിഷേകം അവിടെ ചെയ്യേണ്ടി വന്നില്ല. എണ്ണയുടെ ആ യഥാർത്ഥ എണ്ണ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അവൻ ജലത്തിൽ കഴുകപ്പെട്ടു, പരിശുദ്ധാത്മ പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഉടനെ സ്വർഗം തുറന്നു. നാം ശബ്ദം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വാസ്തവമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു ഇറ്റ് വാസ് എ അനോയിന്റിങ് ഇൻ ടു ഹിസ് ഓഫീസ്. അവൻ്റെ ഓഫീസിലേക്കുള്ള അവൻ്റെ പ്രവേശനമായിരുന്നു അത്. മാത്രമല്ല യേശു ക്രിസ്തു പുരോഹിതൻ മാത്രമല്ല, യേശു ക്രിസ്തു രാജാവാണ്. അവൻ 1000 ആണ്ട് വാഴുവാൻ വേണ്ടി അവൻ രാജാവായിട്ട് വരും. നമുക്കറിയാം കാര്യം. അവൻ രാജാവായിട്ട് വരുമ്പോൾ രാജാവ് എങ്ങനെയാണ് രാജാവാകുന്നത്? വാസ്തവമായിട്ടും ഇതേ പ്രക്രിയ തന്നെ. അവനെ കഴുകപ്പെടണം, അവനെ അഭിഷേകം ചെയ്യണം. അവൻ രാജാവായിട്ട് അവൻ വരുമ്പോൾ അവനെ ആരാണ് അഭിഷേകം ചെയ്യുന്നത് അറിയാമോ? ഇല്ല, ഒരിക്കലുമില്ല. അഭിഷേകം ചെയ്ത് കഴിഞ്ഞു. അവൻ ഭൂമിയിൽ അന്ന് വന്നപ്പോൾ തന്നെ യോഹന്നാൻ സ്നാപകൻ ആ സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏറ്റവും വലിയ മനുഷ്യൻ, അവനെ അഭിഷേകം ചെയ്തു. അവൻ കഴുകി, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവൻ രാജസ്ഥാനവും അവന് കിട്ടി. മാത്രമല്ല അവൻ പ്രവാചകനാണ്. പ്രവാചകനും അതുപോലെ തന്നെയാണ്. വാസ്തവത്തിൽ അവൻ കർത്താവിൻ്റെ സ്നാനം, ഇറ്റ് വാസ് ബാപ്റ്റിസം ഇൻ ടു ഹിസ് ഓഫീസ്. ഒരിക്കലും വിശ്വാസിക്ക് ആ ഓഫീസിൽ പ്രവേശിക്കാൻ പറ്റില്ല. ഹി അലോൺ ഹാസ് ദാറ്റ് ഓഫീസ്. അവന് മാത്രമാണ് ആ ഓഫീസ് ഉള്ളത്. ഹി ഈസ് എ പ്രോഫറ്റ്, ഈസ് എ പ്രീസ്റ്റ് ആൻഡ് ഈസ് എ കിങ്. അവൻ പ്രവാചകനാണ്, രാജാവാണ്, അതുപോലെ അവൻ പുരോഹിതനാണ്. ഈ 3 ഓഫീസിലേക്കും അവൻ്റെ പ്രവേശനം നടന്നതാണ് സ്നാനത്തിൽ കൂടെ. വാസ്തവത്തിൽ യേശു ക്രിസ്തു സ്നാനം ഈസ് എ യുണീക്ക് ബാപ്റ്റിസം. അതുപോലെ ബാപ്റ്റിസം ഒരിക്കലും വേറെ ആർക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ആ സ്നാനത്തെ എടുത്ത് മറ്റു പറഞ്ഞത്. ദാറ്റ്സ് ആണ് യുണീക്ക് ബാപ്റ്റിസം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്നാനം ഞാനിപ്പോൾ 5 കാര്യം പറഞ്ഞു കഴിഞ്ഞു, 5 തരം സ്നാനം പറഞ്ഞു കഴിഞ്ഞു. 1 മോശയോട് ചെയ്യുവാനുള്ള സ്നാനം, 2ാമത്തത് ആത്മസ്നാനം, 3ാമത്തത് അത് മാനസാന്തര സ്നാനം, അടുത്തത് പിന്നെ തീ കൊണ്ടുള്ള സ്നാനം, അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം, ഏറ്റവും ഒടുവിലായിട്ട് ജലസ്നാനം. ഈ ജലസ്നാനം എന്നുള്ളത് ഈ തൻ്റെ ദൗത്യം നിർവഹിച്ച ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ച് കൽപ്പിച്ചതാണ്. എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന് അധികാരത്തിലാണ്. ഇൻ അതോറിറ്റി. ഓൾ അതോറിറ്റി ഈസ് ഗിവൺ ടു മീ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ പുറപ്പെട്ട സകല ശിഷ്യരുടെ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനം കഴിപ്പിച്ചിട്ട് അവരെ എല്ലാം പഠിപ്പിച്ചിട്ട്, ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചോ എല്ലാ ഡോക്ടേഴ്സ് വരെ പഠിപ്പിച്ചിട്ട് എൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുക. അതാണ് കർത്താവ് കൊടുത്ത ഗ്രേറ്റ് കമാൻഡ്മെന്റ്. എങ്കിൽ ഇന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്നാനത്തെ അതിനെ പല വിധത്തിൽ കോട്ടിക്കളഞ്ഞേക്കുന്നത് കാണാൻ പറ്റും. വാസ്തവത്തിൽ യേശു ക്രിസ്തു നമുക്ക് ഒരു അവൻ്റെ കൽപ്പന അനുസരിപ്പാൻ ഏത് വിശ്വാസിയും വളരെ 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 ആവശ്യമാണ്. ജലസ്നാനത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജലസ്നാനത്തിൽ യഥാർത്ഥത്തിൽ ആത്മസ്നാനമുണ്ട്, ജലസ്നാനമുണ്ട്. ജലസ്നാനം എന്താണെന്ന് വെച്ചാൽ, ജലസ്നാനം ആത്മസ്നാനത്തിൽ സംഭവിച്ച ആ മാറ്റത്തിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കാരമാണ്. അതായത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി, ഒരു വ്യക്തിക്ക് മാറ്റം സംഭവിക്കുന്നതെല്ലാം എവിടെയാണെന്ന് അറിയാമോ? ആത്മസ്നാനത്തിൽ. ആത്മസ്നാനത്തിൽ ഉണ്ടാകുന്ന ആ മാറ്റത്തെ ഒന്ന് ദൃശ്യമായിട്ട് പ്രകടമാക്കുന്ന പ്രക്രിയയാണ് ജലസ്നാനം. ജലസ്നാനത്തിൽ രക്ഷയില്ല. പക്ഷെങ്കിൽ ജലസ്നാനം ആത്മസ്നാനത്തിൻ്റെ ഒരു ദൃശ്യ ആവിഷ്കാരമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ്സ് എ ഓഡിയോ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. അതിൽ കേൾക്കുവാൻ കഴിയും, കാണുവാൻ കഴിയും. അത് കേൾക്കുവാൻ വലതും കഴിയും. കാരണം ഈ സ്നാനം സ്വമേധയാ സംസാരിക്കും. സ്നാനത്തിൻ്റെ സന്ദേശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ സ്നാനത്തെക്കുറിച്ച് മറ്റു വ്യക്തി പറയുന്നതല്ല, വേറൊരു പ്രീച്ചർ പ്രസംഗിക്കുന്നതല്ല കുറിച്ച് പറഞ്ഞത്. സ്നാനം തന്നെ സ്വമേധയാ നമ്മോട് സംസാരിക്കും. മാത്രമല്ല സ്നാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും. അതാണ് അത് ദൃശ്യ ശ്രവണ മാധ്യമമാണ്. വാസ്തവത്തിൽ നമുക്ക് ആ സ്നാനത്തെ ഒന്നുകൂടെ നോക്കാം.
അതിനു മുമ്പ് ഒരു സ്നാനത്തിന് എത്ര പേർ വേണം? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരു സ്നാനത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും വേണം. ഇവരെ പറയാൻ പറ്റും, വൺ ഇസ് ദ ബാപ്റ്റിസ്റ്റ്, വൺ ഇസ് ദ കാൻഡിഡേറ്റ് ആൻഡ് അതർ ഇസ് ദ വിറ്റ്നസ്. കാരണം സ്നാനം ഒരു സാക്ഷ്യമാണ്. വിശ്വാസിക്ക് താൻ അനുഭവിച്ച ആ രക്ഷയുടെ ഒരു പരസ്യ സാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ സ്നാനം. അതുകൊണ്ട് സ്നാനം കൊടുക്കുന്ന ആളെ പറയാൻ പറ്റും ഈസ് ദ ബാപ്റ്റിസ്റ്റ്. പിന്നെ സ്നാനം ഏൽക്കുന്ന വ്യക്തി നമുക്കറിയാം, അതാണ് കാൻഡിഡേറ്റ്. മൂന്നാമത്തെ വ്യക്തി ദാറ്റ്സ് ദ വിറ്റ്നസ്. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 8:38 വാക്യത്തിലാണ്. അവിടെ ആ ഷണ്ണൻ ഈസ് ദ കാൻഡിഡേറ്റ്. ഫിലിപ്പോസ് ആണ് അവിടെ ബാപ്റ്റിസ്റ്റ്. മാത്രമല്ല, അവൻ തേർ നിൽത്തുവാൻ കൽപ്പിച്ചു. ആരോടെന്നറിയാമോ? തേർ തെളിച്ച വ്യക്തിയോട്, ഡ്രൈവറോട്. അങ്ങനെയാണെങ്കിൽ ഹീസ് ദ വിറ്റ്നസ്. ഒരു സ്നാന പ്രക്രിയയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 3 പേരെങ്കിലും ആവശ്യമുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ഇതാണ് യഥാർത്ഥത്തിൽ സ്നാന പ്രക്രിയ എന്ന് പറയുമ്പോൾ. ഇനിയും ഒരു സ്നാനത്തിന് എത്ര വെള്ളം വേണം? ഇന്ന് നോക്കാമെങ്കിൽ വളരെ രീതിയിൽ പല രീതിയിൽ സ്നാനം കാണാൻ പറ്റും. എങ്കിലും ബൈബിൾ വ്യക്തമായിട്ട് അതും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാക്യം ഒന്ന് നോക്കാം. അത് ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 3:23 അവിടെ വ്യക്തത കാണാൻ പറ്റും. ഈ സ്നാനത്തിൽ എത്ര വെള്ളം വേണമെന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നോക്കാം കാര്യം. യോഹന്നാനും ശലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അവിടെ കാണാൻ പറ്റും, യോഹന്നാൻ ശാലേമിനരികെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്നാനത്തിന് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ബൈബിൾ വ്യക്തമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. ഒരു സ്നാനത്തിന് കുറച്ച് എത്ര പേര് വേണം? 3 പേര് വേണം. അവരുടെ പേരാണ് ബാപ്റ്റിസ്റ്റ്, കാൻഡിഡേറ്റ് ആൻഡ് വിറ്റ്നസ്. മാത്രമല്ല, ഒരു സ്നാനത്തിന് എത്ര വെള്ളം വേണം? ദൈവം വ്യക്തത പറയുകയാണ്, വളരെ വളരെ വെള്ളം വേണം. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആ സ്നാന പ്രക്രിയ എന്താണെന്ന് അറിയാമോ? സ്നാന പ്രക്രിയ അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 8:38. അവിടെ ഷണ്ണൻ, ആ ഫിലിപ്പോസ് ഷണ്ണോട് അവിടെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും, ആ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? ഉടനെ ഷണ്ണൻ പറഞ്ഞു, തേർ നിർത്തുവാൻ കൽപ്പിച്ചു. വായിച്ചേ 8:38. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ആ സ്നാനത്തിന്റെ പ്രക്രിയ കാണാൻ പറ്റും. ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ സ്നാനം കൊടുക്കുന്ന വ്യക്തി, ദ ബാപ്റ്റിസ്റ്റ് ആൻഡ് ദ കാൻഡിഡേറ്റ്. സ്നാനം കൊടുക്കുന്ന വ്യക്തിയും സ്നാനം ഏൽക്കുന്ന വ്യക്തിയും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങണം. എവിടെയാ? വളരെ വെള്ളത്തിൽ. നമുക്കിങ്ങനെ പറയാൻ പറ്റും, ആ ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ആ 2 പേരും വെള്ളത്തിൽ ഇറങ്ങാതെ ഒരിക്കലും സ്നാന പ്രക്രിയ ഒരിക്കലും പൂർത്തിയാകില്ല. ഇനി അടുത്ത കാര്യം, എന്തുകൊണ്ട് ഇരുവരും വെള്ളത്തിൽ ഇറങ്ങണം? ആദ്യമായി ഇറങ്ങണം എന്ന് ചോദിക്കാമെങ്കിൽ ഉത്തരം, ആദ്യം സ്നാപകൻ ഇറങ്ങണം. സ്നാപകൻ എന്തുകൊണ്ട് ഇറങ്ങണം എന്ന് ചോദിച്ച ഉത്തരവാണ്. സ്നാപകൻ ഹി റെപ്രസെന്റ് ഹൂം? ആരുടെ പ്രതിനിധിയാണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയാണ്. ആ സ്നാപകൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, അവൻ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അവൻ വളരെ പരസ്യമായിട്ട് കാര്യം പ്രഖ്യാപിക്കുകയാണ്. അതിങ്ങനെയാണ് 2000 വർഷം മുമ്പ് സൃഷ്ടാവായ ദൈവം തൻ്റെ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു മനുഷ്യനായിട്ട് അവൻ ജനിച്ചു. 33 വർഷം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. മാത്രമല്ല, തക്ക സമയത്ത് അവനെ കുരിശിലേക്ക് അവൻ പോയി. എന്നിട്ട് അവിടെ ദൈവത്തിന്റെ കോപത്തിയിൽ അവൻ മുങ്ങിത്താണു. മാത്രമല്ല, ദൈവകോപത്തിയെ തികച്ചിട്ട് അവൻ പറഞ്ഞു, സകല നിവൃത്തിയായെന്ന് പറഞ്ഞിട്ട് അവൻ അതിനെ അതിജീവിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. സങ്കീർത്തനങ്ങൾ 69 2-ാം വാക്യം. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകും. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ഇത് ആ ക്രൂശിലെ അന്ധകാരത്തെ കർത്താവിന്റെ ആ ജഡ്ജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. താൻ അനുഭവിക്കുന്ന ദൈവിക വിധിയെക്കുറിച്ച്. ആ ദൈവകോപത്തിന്റെ തീയിലേക്ക് ആ പ്രതിപുരുഷനായിട്ട് എനിക്ക് വേണ്ടി കർത്താവ് നിൽക്കുമ്പോൾ, നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ പറയാണ്, ഞാൻ വളരെ ആഴമുള്ള ചേറ്റിലേക്ക് ഞാൻ താഴുകയാണ്. മാത്രമല്ല, അഗാധ പ്രവാഹങ്ങൾ എൻ്റെ മേൽ കവിഞ്ഞു പോകുകയാണ്. വാസ്തവത്തിൽ വെള്ളം കാണിക്കുന്നത് ദൈവ കോപത്തെയാണ്. നോഹയുടെ കാലത്തെ ദൈവത്തിന്റെ കോപം നമുക്കറിയാം, ആ പ്രളയജലം. അപ്പൊ സ്നാപകനെ കുറിച്ച് പറയാൻ പറ്റും ഇങ്ങനെയാണ്, അവൻ സ്നാനമേറ്റ വ്യക്തിയാണ്. ഒരിക്കൽ അവനും ആ വെള്ളത്തിൽ മുങ്ങിത്താണ വ്യക്തിയാണ്. അവൻ ഇന്ന് വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നതിനാണ്, ഈ സ്റ്റാൻഡ്സ് ആസ് എ വിക്ടോറിയസ് പേഴ്സൺ. യേശു ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായിട്ട് നിൽക്കുകയാണ്. അവൻ ആ ദൈവകോപത്തെ ജയിച്ചിട്ട്
അവിടെ നിൽക്കുന്ന കർത്താവ് യേശു ക്രിസ്തു. ആ സ്നാപകൻ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ സ്നാനത്തിൽ ഒന്നാമത്തെ പ്രസംഗം നമ്മൾ കേൾക്കും. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മെസ്സേജ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ കർത്താവ് യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ മരണത്തെ നമുക്ക് വേണ്ടി പകരക്കാരൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് സ്വർഗത്തിൽ ഇന്ന് അവൻ ഭൂമിയിൽ അവൻ ചരിത്രപുരുഷനാണ് നിൽക്കുന്നു. ഈസ് എ വിക്ടോറിയസ് പേഴ്സൺ. അപ്പം അതാണ് വാസ്തവത്തിൽ ഒന്നാമത്തെ കാര്യം. ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ഹിസ്റ്ററി. രണ്ടാമത് ആ സ്നാനം ഏൽക്കേണ്ട ആൾ കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് ആ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ, സ്നാപകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സന്ദേശം നമുക്ക് കേൾക്കാൻ കഴിയും. ഇതാ ഒരു വ്യക്തി, അവൻ ആ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വന്ന ശേഷം കർത്താവിൻ്റെ അടുത്തേക്ക് താൻ വരുന്നു. അവൻ വന്ന കർത്താവിൻ്റെ കല്യാണങ്ങൾക്ക് തന്നെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ പக்கம் അവൻ ഏൽപ്പിക്കുകയാണ്. ഇത് ഉണ്ടായതെപ്പോഴെന്ന് അറിയാമോ? ആത്മസ്നാനത്തിലാണ്, അവൻ്റെ രക്ഷയിലാണ്. അവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചിട്ട് പറയാണ്, കർത്താവ് ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണെന്ന് പറയുന്ന ആ മാത്രയിൽ യേശുവിൻ്റെ കൂടെ അവനും മരിക്കുന്നു, യേശുവിൻ്റെ കൂടെ അവനും അടക്കപ്പെടുന്നു, യേശുവിൻ്റെ കൂടെ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിരിക്കുന്നു. ഈ പ്രക്രിയ ഉണ്ടായപ്പോഴാ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ഒരു പുനരാവിഷ്കരണം. അവൻ ആ രക്ഷ അനുഭവിച്ചു. എക്സ്പീരിയൻസ്ഡ് സാൽവേഷൻ. ആ രക്ഷ അനുഭവിച്ചപ്പോൾ ആ കർത്താവിൻ്റെ അടുത്തേക്ക് താൻ വരുന്നു. വന്ന് തനിക്ക് തന്നെ താൻ അവൻ കർത്താവിൻ്റെ തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കും. കാരണം സ്നാപകൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ തനിക്ക് തന്നെത്താൻ അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സ്നാപകൻ അവനെ വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തുന്നു. വെള്ളത്തിലേക്ക് മുക്കി താഴ്ത്തിട്ട് അവൻ്റെ മേലെ വെള്ളം കഴിയുമ്പോൾ അവൻ ദേവകോപത്തിൽ താണ് ആ പ്രതീതി. മാത്രമല്ല അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവിടുന്ന് ജീവന്റെ പുതുക്കം നടക്കേണ്ടതിന് ഉയർത്തെഴുന്നേൽക്കുന്ന അവസ്ഥ. ഇതുണ്ടായത് യഥാർത്ഥ രക്ഷയിലാണ്. എങ്കിൽ താൻ അനുഭവിച്ച ആ രക്ഷണ്യ വേലെ ആ കാൻഡിഡേറ്റ്, ആ സ്നാനപ്പെടുന്ന വ്യക്തി ഒന്ന് പുനരാവിഷ്കരിച്ച് ചിത്രീകരിക്കുകയാണ്. ഇതാണ് എനിക്ക് അനുഭവമായ രക്ഷ, ഞാൻ അനുഭവിച്ച എൻ്റെ രക്ഷ. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും, സ്നാനം ഒരു ചരിത്രപരമായ സന്ദേശമാണ്. 2000 വർഷം മുമ്പ് കർത്താവ് ഭൂമിയിലേക്ക് വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്ന് മാത്രമല്ല ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ രക്ഷ. എന്ന് മാത്രമല്ല സ്നാനത്തിൽ പ്രവചനപരവുമാണ്. സ്നാനം ഈസ് എസ്കറ്റോളജിക്കൽ. അതായത് ഒരു വ്യക്തി, ഒരു വിശ്വാസി, അവൻ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെന്നിരിക്കട്ടെ, കർത്താവിൽ അവൻ മരിക്കുന്നു, ക്രിസ്തുവിൽ അവൻ മരിക്കുന്നു. ക്രിസ്തു മരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഒരു നാൾ അവൻ മരിച്ചിട്ട് അവന് കല്ലറയിലേക്ക് അടക്കപ്പെടും. ആ വെള്ളം അവിടെ കാണിക്കുന്നത് അപ്പോൾ ദൈവകോപമല്ല, പിന്നെയോ യഥാർത്ഥമായിട്ടുള്ള കല്ലറയിൽ. വാസ്തവമായിട്ടും ഒരു വ്യക്തി മരിച്ച് കല്ലറ അടക്കപ്പെട്ടാലും ആരുടെ കരങ്ങളെന്നറിയാമോ? നമുക്ക് കാര്യം അറിയാം. സ്നാനപ്പെടുത്തുമ്പോൾ ആ സ്നാപകൻ ആ സ്നാനാർത്ഥിയെ കരങ്ങളിൽ പിടിച്ചിരിക്കും. അവൻ വെള്ളത്തിൽ മുക്കി താഴുകയാണ്. വെള്ളം അവൻ തലയ്ക്ക് മുകളിലുണ്ട്. പക്ഷെ ആണെങ്കിൽ പോലും ആ സ്നാനാർത്ഥി അപ്പോഴും സ്നാപകന്റെ കരങ്ങളിലാണ്. അതായത് ഞാൻ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവിനെ അംഗീകരിച്ചൊരു വ്യക്തി മരിക്കുകയാണെങ്കിൽ, കല്ലറ അടക്കപ്പെട്ടാലും കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ അവർ സുരക്ഷിതരാണ്. അതാണ് സങ്കീർത്തനങ്ങൾ 23:4 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദോ ഐ വാക്ക് ത്രൂ ദ വൈലി ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൾ, ദൗ ആർട്ട് വിത്ത് മീ, ദൈ റോഡ് ആൻഡ് ദൈ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. കൂരിൽ താഴ്വരയിൽ കൂടെ അല്ല, മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയാലും ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വാസ്തവമായിട്ടും ഒരു വിശ്വാസി മരിക്കുകയാണെങ്കിൽ പോലും വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ഈ ഭൂമിയിൽ നാം മരിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ എവിടെയാണ്? കർത്താവിൻ്റെ കരങ്ങളിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഞാനോ ലോകാവസാനത്തോടെ എല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ വാഗ്ദത്തം ഒരിക്കലും പിരിയാത്ത കർത്താവ്. വാസ്തവത്തിൽ അവൻ കല്ലറിലായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളിലാണ്. പക്ഷെങ്കിൽ ഇത് വരുന്നറിയാമോ? ഒരു ദിവസം വരുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാഥത്തോടുകൂടി മധ്യാകാശത്ത് ഇറങ്ങി വരും. മധ്യാകാശത്ത് അവൻ ഇറങ്ങി വരുമ്പോൾ കാഹളം ധ്വനിക്കും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. ആ വ്യക്തി ആ വെള്ളത്തിനടിയിൽ മുങ്ങിത്താണു. വെള്ളത്തിൻ്റെ അടിയിലാണ്, അപ്പോഴും അവൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എങ്കിലും തോന്നിയറിയാമോ? ഒരിക്കൽ ഈ ജീവന്റെ പുതുക്കം നടക്കേണ്ടതിന് തീർച്ചയായിട്ടും ആ കല്ലറ വിട്ടിട്ട് വിശ്വാസി ഉയർത്തെഴുന്നേൽക്കും. സ്നാനം കാണുമ്പോൾ ഞാൻ എൻ്റെ പുനരുത്ഥാനത്തെ ഞാൻ ഓർക്കും. സ്നാനം ചരിത്രമാണ്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് കാണുന്നത് സ്നാപകൻ വെള്ളത്തിൽ ഏകനായി നിൽക്കുമ്പോഴാണ്. മാത്രമല്ല ആ കാൻഡിഡേറ്റ് ആ കർത്താവിങ്കിൽ സ്നാപകന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതാ ഒരു വ്യക്തി, കർത്താവിനെ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി, എൻ്റെ അനുഭവത്തെ ഞാൻ ഓർക്കും. എക്സ്പീരിയൻസ് സാൽവേഷൻ ഇൻ ഹിസ് ലൈഫ്. മാത്രമല്ല സ്നാനം എൻ്റെ ഭാവിയെ ഓർക്കും, എൻ്റെ പ്രവചനത്തെ ഞാൻ ഓർക്കും. കാരണം ഈവൻ ദോ ഐ ഡൈ, ഞാൻ ഒരിക്കൽ മരിക്കുകയാണെങ്കിൽ പോലും
എന്ത് പറ്റുന്നറിയാമോ? ഒരു കർത്താവ് വരും, അവനെന്നെ ചേർക്കും. സ്നാനം ഹിസ്റ്ററിയാണ്, സ്നാനം എക്സ്പീരിയൻസ് ആണ്, സ്നാനം പ്രൊഫസിയാണ്, സ്നാനം ചരിത്രമാണ്, സ്നാനം അനുഭവമാണ്, സ്നാനം യഥാർത്ഥമായിട്ട് ഇത് പ്രവചനമാണ്. ഇത് മൂന്നും ഉള്ള ഏക സംഭവം ആ നിമഞ്ജന സ്നാനത്തിൽ മാത്രമേ വെക്കുള്ളൂ. ഞാൻ പറയട്ടെ, ഈ ശിശു സ്നാനത്തിലോ കൊടുക്കീഴിലെ സ്നാനത്തിലോ ഒരിക്കലും ഈ സ്നാനത്തിന്റെ പ്രക്രിയ അല്ലെങ്കിൽ ആത്മസ്നാനത്തിൽ സംഭവിച്ച ആ പ്രക്രിയ പുനരാവിഷ്കരിക്കാൻ ഒരിക്കലും കഴിയില്ല. വാസ്തവത്തിൽ യേശുക്രിസ്തു കൽപ്പിച്ചാക്കിയ സ്നാനം നിമഞ്ജന സ്നാനമാണ്. ശിശുമാർ പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പിതാവിൻ്റെ നാമത്തിൽ പോയി അവരെ നിമഞ്ജനം ചെയ്യുവിൻ, അവരെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി താഴ്ത്തിയിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നത് ആത്മശാന്തി സംഭവിച്ചത് ആവിഷ്കരിക്കാനാണ് കർത്താവ് പറഞ്ഞത്. വാസ്തവത്തിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നാനം. പക്ഷെങ്കിൽ ഇന്ന് അതിനെ നമ്മൾ വളരെ രീതിയിൽ നമ്മളെ ദുർവ്യാഖ്യാനം ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം കാണാൻ പറ്റുന്നതാണ്, സ്നാനം ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്, ഒരു വ്യക്തിയുടെ പ്രത്യാശയാണ്, ഒരു വ്യക്തിയുടെ സ്നേഹമാണ്. 1 കൊരിന്ത്യർ 13:13 പറഞ്ഞിങ്ങനെയാണ്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം, സ്നാനം ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്ന അവസ്ഥയാണ്. ഞാൻ യേശുക്രിസ്തുവിന്റെ കൂടെ മരിച്ചു, കർത്താവിന്റെ കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, അവന്റെ കൂടെ ഞാൻ മരിച്ചു, അവന്റെ കൂടെ ഞാൻ അടക്കപ്പെട്ടു, അവന്റെ കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു, അവന്റെ കൂടെ ഞാൻ സ്വർഗത്തിലിരിക്കുന്നു. ഈ പ്രക്രിയ കാണുന്നത് യഥാർത്ഥത്തിൽ നിമഞ്ജന സ്നാനത്തിൽ മാത്രമാണ്. വെള്ളത്തിൽ മുഴുകി താത്താൽ മാത്രമേ ഈ പ്രക്രിയ എല്ലാം നമുക്ക് പുനരാവിഷ്കരിക്കുവാൻ പറ്റുള്ളൂ. എൻ്റെ വിശ്വാസം പ്രകടമാക്കണമെങ്കിൽ ആ മുഴുകൽ സ്നാനം മാത്രമായിട്ട് വേണം. ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു, എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റു പറഞ്ഞു, ഞാൻ അവനോട് കൂടെ ക്രൂശിൽ ഞാൻ മരിച്ചു, അവനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു, അവനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു, അവനോട് കൂടെ ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായിട്ട് സ്നാനം. സ്നാനം എൻ്റെ വിശ്വാസമാണ്, സ്നാനം എൻ്റെ പ്രത്യാശയാണ്. ഞാൻ ഒരിക്കൽ ആക്ഷരികമായിട്ട് മരിച്ചാൽ പോലും ഒരു കർത്താവ് വരും, അന്ന് അവനോട് ഞാൻ അവനോട് അന്ന് ഉയർത്തെഴുന്നേൽക്കും. ഞാൻ വിട്ടുപിരിഞ്ഞാലും ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അതിൻ്റെ പ്രത്യാശയാണ്. സ്നാനം എൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. കർത്താവ് പറഞ്ഞു, വാസ്തവമായിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു. അവൻ എന്നെ സ്നേഹിച്ചപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ എനിക്ക് വേണ്ടി ബലിയാടായിട്ട് ആകാൻ അവൻ തീരുമാനിച്ചു. കർത്താവ് തൻ്റെ യാഗം കൊണ്ട് തനിക്ക് എന്നുള്ള സ്നേഹത്തെ പ്രകടമാക്കി. ഞാൻ അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ, സ്നാനമേൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? എനിക്കുള്ള അവനോടുള്ള സ്നേഹത്തെ ഞാൻ പ്രകടമാക്കും. നോക്ക്, സ്നാനം എനിക്ക് കർത്താവിനുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള അവസരമാണ്. ഞാൻ പറയട്ടെ, വാസ്തവമായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ നിമഞ്ജന സ്നാനം ഏൽക്കും. ഇഫ് യു ലവ് ഗോഡ് യു വിൽ ഒബേ ഹിം ഇൻ ദ വാട്ടേഴ്സ് ഓഫ് ബാപ്റ്റിസം. സ്നാനം വാസ്തവമായിട്ടും കർത്താവിനുള്ള സ്നേഹം പ്രകടമാക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, വീണ്ടും നമ്മൾ നോക്കിയാൽ ഇന്ന് ഈ കാണുന്ന തളിക്കൽ സ്നാനം ഇതൊക്കെ എവിടെ നിന്നുണ്ടായെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിൽ നോക്കാമ്പോൾ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് കാണാൻ പറ്റും. ആദ്യമായിട്ട് തളിക്കൽ സ്നാനം ഏറ്റ വ്യക്തി AD 250 ജീവിച്ചിരുന്ന നൊവേഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഈ നൊവേഷ്യൻ അത് എങ്ങനെ ഇത് ചെയ്തു? താൻ ഒരു രോഗിയായ വ്യക്തിയായിരുന്നു. താൻ രോഗശൈലായിരിക്കുമ്പോൾ ഏതോ ഒരു കർത്തദാസനാൽ ശിഷ്യന്മാരാൽ താൻ സുവിശേഷം കേൾക്കുവാനിടയായി. ആ സുവിശേഷം കേട്ടപ്പോൾ താൻ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചപ്പോൾ തനിക്ക് വളരെ ആഗ്രഹം, എനിക്കെന്ത് ചെയ്യണം, എനിക്കും മറ്റുള്ളവരെ പോലെ സ്നാനമേൽക്കുവാൻ തനിക്കും ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെങ്കിൽ തൻ്റെ ഈ രോഗശൈലിയിൽ മറ്റ് ഒരു ഇതില്ലാഞ്ഞതിൻ്റെ പേരിൽ ആ ശിഷ്യന്മാരെന്ത് ചെയ്തു? തൻ്റെ ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹത്തിന് മേലെ ജലം തെളിച്ചു. അന്ന് ചെയ്ത ഒരു അബദ്ധം പിൻകാലത്ത് അത് ആചാരമായിട്ട് മാറി. 1311 റോമൻ കത്തോലിക്ക സഭ കൗൺസിൽ ഓഫ് റൊവന്നയിൽ അത് ഒഫീഷ്യലായിട്ട് സ്പ്രിംഗ്ലിങ്ങിനെ, തളിക്കലിനെ അംഗീകരിച്ചു. കൗൺസിൽ ഓഫ് റൊവന്ന 1311 AD. മാത്രമല്ല 1644 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവരും ഒഫീഷ്യലായിട്ട് സ്പ്രിംഗ്ലിങ്ങിനെ അംഗീകരിച്ചു. അതുവരെ സഭാ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സഭാചരിത്രം മുഴുവൻ ഇമേർഷൻ, ആ മുഴുകൽ സ്നാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ അതിനെക്കുറിച്ച് പറയാമെങ്കിൽ 50 ബിഷോപ്പന്മാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവിടെ കൂടി. അവർ ഇത് തളിക്കൽ സ്നാനം വേണോ അതോ മുഴുകൽ സ്നാനം വേണോ എന്ന് വാദഗതിയുണ്ടായി. 50 പേരിൽ 25 പേര് വോട്ടിട്ട് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും തളിക്കൽ മതി എന്ന് പറഞ്ഞു. 24 പേര് പറഞ്ഞു ഇത് ഇമേർഷൻ വേണം, മുഴുകൽ സ്നാനം വേണമെന്ന് പറഞ്ഞു. ഒരാൾ മാത്രം മിണ്ടിയില്ല. അങ്ങനെ 24 പേര് വേണോ 24 പേര്
മുക്കാൻ പറഞ്ഞു, 25 പേര് തളിക്കാൻ പറഞ്ഞു, ഒരു മിണ്ടാതിരുന്നു. അങ്ങനെ ചർച്ചും ഇംഗ്ലണ്ടും ആ തളിക്കൽ പ്രക്രിയയിലേക്ക് പോയി. വാസ്തവമായിട്ടും ഇന്ന് ബൈബിള് തളിക്കലും പഠിപ്പിക്കുന്നില്ല, വാസ്തവത്തിൽ കൊടുക്കലും പഠിപ്പിക്കുന്നില്ല. ബൈബിൾ ആവശ്യപ്പെടുന്ന ഏക സ്നാനം ഏതാണെന്നറിയാമോ? ആ മുഴുകൽ സ്നാനം മാത്രം. യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനയായ സ്നാനത്തിലേക്ക് നീ കടന്നു വരും. ഒരു വാക്കുകൂടെ സുഹൃത്തെ ഞാൻ പറഞ്ഞോളട്ടെ. അവിടെ അന്ന് യോഹന്നാൻ പറഞ്ഞാണ്, ആത്മസ്നാനവും തീവ്ര സ്നാനവും അവൻ്റെ പക്കലാണ്. ഇന്ന് യേശുക്രിസ്തുവിന് അടുത്ത് വന്ന് ആത്മസ്നാനം ഏറ്റില്ല എങ്കിൽ ഒരു ദിവസം വരും, അന്ന് വലിയ വെള്ള സിംഹാസനം നീ അവൻ്റെ മുമ്പാകെ ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് നിനക്കൊരു സ്നാനം അവൻ തരും. സ്വമേധയെ കടന്നു ചെന്ന് ആത്മസ്നാനം നീ ഏറ്റില്ല എങ്കിൽ അവൻ നിനക്കൊരു സ്നാനം തരും. ആത്മസ്നാനം കിട്ടാത്തവന് എന്ത് കിട്ടുന്നറിയാമോ? തീ കൊണ്ടുള്ള സ്നാനം. യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത് എന്താ? അവൻ ഗോതമ്പ് പറഞ്ഞ് വീശുമുറം അവൻ്റെ കരങ്ങളിൽ ഉണ്ട്. അവൻ ഗോതമ്പ് കളപ്പുരയിൽ കൊട്ടിവെക്കും. എന്നിട്ട് പറയാണ്, എന്ത് ചെയ്യും? മറ്റേ വൈക്കോലിനെ അവൻ എന്ത് ചെയ്യും? അവൻ തീരിട്ട് ചുട്ടുകളയും. ആട്ടെ, ആ ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുമ്പോൾ നീ കാണുമോ? ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കണമെങ്കിൽ നീ അവൻ്റെ ഗോതമ്പായി തീരണം. ആത്മസ്നാനം ഏൽക്കുന്ന വ്യക്തി, അതാണ് ദൈവത്തിൻ്റെ മക്കൾ. എങ്കിൽ യേശുവിനെ അംഗീകരിക്കാത്തവർക്ക്, ആത്മസ്നാനം ഏൽക്കാത്തവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്നാനമുണ്ട്. അതും അവൻ്റെ കരങ്ങളിലാണ്, വലിയ വെള്ളസിംഹാസനം. എൻ്റെ സുഹൃത്തെ, ഭൂമിയിൽ ജനിച്ച ഏത് വ്യക്തിയും കർത്താവിൻ്റെ മുമ്പിൽ യേശു കർത്താവ് നേരിട്ട് പറഞ്ഞേ മതിയാകുകയുള്ളൂ. ജീവിച്ചിരിക്കുമ്പോൾ ചെന്ന് പാപം അംഗീകരിക്കാം. ഞാൻ പാപിയാണെ കർത്താവിന് പറയാം, അവൻ്റെ പക്കൽ നിന്ന് ആത്മസ്നാനം ഏൽക്കാം. അല്ല എങ്കിൽ ഒരു ദിവസം വരും, അവൻ പറയും നീ പാപിയാണെന്ന്. എന്നിട്ട് അവൻ നിനക്കൊരു സ്നാനം തരും. അതാണ് അഗ്നിസ്നാനം. അഗ്നിസ്നാനവും ആത്മസ്നാനവും അവൻ്റെ കരങ്ങളിലാണ്. ഏത് സ്വീകരിക്കാൻ കഴിയും? ആ തീ സ്നാനത്തിലേക്ക് പോരുത് കേട്ടോ. കർത്താവിൻ്റെ അടുത്തേക്ക് വാ. യേശു നിന്നെ വിളിക്കുന്നു. യേശുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുമടക്കി കർത്താവ് ഞാൻ പാപിയാണെന്ന് പറയാമെങ്കിൽ ഇന്ന് അവൻ നിന്നെ അവൻ വാക്കിയാക്കി തീർക്കും. മിക്കവാറും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ, സ്നാനം എപ്പോഴാണ് ആവശ്യം എന്നുള്ളത്. അത് ബൈബിൾ വ്യക്തമായിട്ട് അതിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില ഭാഗങ്ങളിൽ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. അങ്ങനെ അവൻ തീർന്നിൽത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിലിറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. നമ്മൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, ആ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തു പോയ ആ ഷണ്ണൻ താൻ ഫിലിപ്പോസിനെ അവിടെ തേരിൽ കയറ്റി സുവിശേഷം കേട്ടു. ആ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് വെള്ളം കണ്ടു. വെള്ളം കണ്ട് ആ പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്നതിന് എന്ത് തടസ്സം? നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് ഒരു കാര്യം കാണാൻ പറ്റുന്നതാണ്, ഈ സ്നാനം ഏൽക്കേണ്ടത് ആരാണ്? ഫിലിപ്പോസ് വ്യക്തമായിട്ട് പറയാണ്, എനിക്കൊരു തടസ്സമുണ്ട് നീ സ്നാനം ഏൽക്കുന്നതിന്. എന്താ അറിയാമോ? നീ വിശ്വസിക്കുന്നതിന് മാത്രമേ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് പറയാൻ പറ്റും, ബിലീഫ് ഈസ് ദ റൂട്ട്, ബാപ്റ്റിസം ഈസ് ദ ഫ്രൂട്ട്. വാസ്തവത്തിൽ ആ വിശ്വാസം എന്നുള്ള വേര് വേണം. വിശ്വാസത്തിന്റെ വേരുണ്ടെങ്കിൽ മാത്രമേ സ്നാനം എന്ന ഫലം അതിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുള്ളൂ. അല്ലാതെ ആ വേരില്ലാതെ ഫലം മാത്രമാണെങ്കിൽ അതുകൊണ്ട് ആ ചെടിക്ക് ഒരു ഫലം ഉണ്ടായിരിക്കത്തില്ല. വാസ്തവത്തിൽ ബിലീഫ് ഹാസ് ടു ബി ഫസ്റ്റ് ദെയർ. അതാ പറഞ്ഞത്, ഇഫ് യു ബിലീവ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, നീ പൂർണ്ണഹൃദയത്തോടെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം, വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അവിടെ ഷണ്ണൻ പറയാണ്, ഞാൻ വിശ്വസിക്കുന്നു, യേശു കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ ആ നിമിഷം സ്നാനം എപ്പോൾ? യേശു കർത്താവെന്ന് വിശ്വസിച്ച അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞ ആ നിമിഷം, താൻ പാപിയാണെന്ന് സംബന്ധിച്ച് യേശുവിനോട് ചേരുവാൻ അല്ലെങ്കിൽ താൻ ആത്മസ്നാനമേറ്റ ആ നിമിഷം ഷണ്ണൻ ജലസ്നാനം ഏറ്റു. നമുക്കവിടെ സ്നാനത്തിൻ്റെ ഒരു സമയം കാണാൻ പറ്റും. വിശ്വസിച്ച ഉടനെ. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ച ഉടനെ തന്നെ സ്നാനമേറ്റു എന്ന് കാണാൻ പറ്റും ബൈബിളിൽ. രണ്ടാമത്തെ നമ്മൾ നോക്കാമെങ്കിൽ അത് അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-33 വാക്യത്തിൽ. അപ്പോസ്തല പ്രവൃത്തി 16-33. അവിടെ പെട്ടെന്ന് നോക്കാം. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഇത് നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ഇത് പൗലോസും ശീലാസും കൂടെ താൻ ആ ജയിൽ അവിടെ കർത്താവിനെ ജയിലിൽ പാടി സ്തുതിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ തടവറയൊക്കെ കുലുങ്ങിപ്പോയപ്പോൾ ഈ തടവുകാർ ഓടിപ്പോയെന്ന് ജയിലധികാരിയായ അദ്ദേഹം വിചാരിച്ചു. താൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പറഞ്ഞു, നിനക്കൊരു അപകടവും വരുത്തരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ചോദിക്കുകയാണ്, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം,
രക്ഷപ്പെടുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വാസ്തവമായിട്ടും ആ ഫിലിപ്പൻ ജയിലറോട് പറഞ്ഞ വാക്കാണ്, യേശുവിനെ നീ വിശ്വസിക്കാമെങ്കിൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അവിടെ തൊട്ട് താപ്പോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ആ രാത്രിയിൽ തന്നെ ഈ ഫിലിപ്പൻ ജയിലർ ശീലാസിനെയും പൗലോസിനെയും അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ നാഴിക, ആ സെയിം അവർ, ഞാൻ ആദ്യം പറഞ്ഞു, വിശ്വസിച്ച ആ മിനിറ്റില് ഷണ്ണൻ സ്നാനമേറ്റു. ഫിലിപ്പൻ ജയിലർ വിശ്വസിച്ച ദാറ്റ് സെയിം അവർ ഹി ടുക്ക് ബാപ്റ്റിസം. ആ മണിക്കൂർ തന്നെ അവൻ സ്നാനമേറ്റു. അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാകാൻ പറ്റും, ആ കുടുംബം മുഴുവനായിട്ട് സ്നാനമേറ്റു. അപ്പോൾ ചോദിക്കാൻ പറ്റും, സുഹൃത്തെ കുഞ്ഞുങ്ങളും സ്നാനമേറ്റില്ലയോ എന്ന് ചോദ്യം ഉണ്ടാകാൻ പറ്റും. വാസ്തവത്തിൽ അവിടെ കുഞ്ഞുങ്ങൾ സ്നാനമേറ്റു എന്നുള്ള ഒരു തെളിവ് പോലും ഇല്ല. കാരണം നാം ആദ്യമേ കണ്ടു കഴിഞ്ഞു, ബിലീഫ് ഈസ് ദ റൂട്ട് ആൻഡ് ബാപ്റ്റിസം ഈസ് ദ ഫ്രൂട്ട്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് സ്നാനമേൽക്കാം. അത് വ്യക്തമായിട്ട് പരിശുദ്ധമ്മ അവിടെ പറയാണ്, വിശ്വാസത്തിന്റെ ഒരു ബാഹ്യ പ്രകടനമാണ് സ്നാനം. മാത്രമല്ല, താൻ അനുഭവിച്ച ആത്മരക്ഷയുടെ ഒരു ദൃശ്യ ആവിഷ്കാരമാണ് സ്നാനം. ഒരു കുഞ്ഞ് ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ്, മറ്റൊരാൾക്ക് വേറൊരു വ്യക്തി രക്ഷപ്പെടുത്തുവാനും കഴിയില്ല. സഹോദരൻ നശിച്ചു പോകാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പോലും കൊടുക്കുവാനോ ആർക്കും കഴിയില്ല. ഒരിക്കലും മറ്റൊരു മനുഷ്യന് രക്ഷിപ്പാൻ കഴിയില്ല. രക്ഷിപ്പാൻ കഴിയുന്ന യേശുവിൽ വിശ്വാസത്താൽ മാത്രം, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്ന വ്യക്തി മാത്രമാണ് എന്നുള്ളത് രക്ഷയുള്ളത്. ഇവിടെ കാണാൻ പറ്റും, ഇങ്ങനെയാണ്, ആ ഫിലിപ്പൻ ജയിലർ വിശ്വസിച്ച ആ മാത്രയിൽ തന്നെ, ആ സെയിം അവറിൽ, ആ മണിക്കൂർ തന്നെ അവർ സ്നാനമേറ്റു. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഒന്ന്, സ്നാനം എപ്പോൾ വേണം? യേശു കർത്താവാണെന്ന് വിശ്വസിച്ച ആ സെക്കൻഡിൽ. രണ്ടാമത്തത്, വിശ്വസിച്ച ആ മണിക്കൂറിൽ. മൂന്നാമത് ഒരു കാര്യമുണ്ട്, അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യമാണ്. അതിങ്ങനെ പറയുന്നത് 2:41, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ആ പൗത്രോസ് അപ്പോസ്തലന്റെ ആ പ്രസംഗം കേട്ട ആ 3000 പേർ അന്ന് സ്നാനമേറ്റു. അപ്പൊ 3 സമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, വിശ്വസിച്ച ദാറ്റ് സെയിം മിനിറ്റ്, ആ മിനിറ്റ് തന്നെ. രണ്ടാമത്, ദാറ്റ് സെയിം അവർ, ആ മണിക്കൂറിൽ തന്നെ. മൂന്നാമത്, ആ ദിവസം, ദാറ്റ് സെയിം ഡേ. ബൈബിള് വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് സെയിം ഡേ. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും, അന്ന് എന്തുകൊണ്ടാണ് ഒരു ദിവസം എടുത്തത്? എൻ്റെ മനസ്സിൽ വരുന്ന ഉത്തരം ഇങ്ങനെയാണ്, 3000 പേർ സ്നാനപ്പെടാൻ ഒരു ദിവസം എടുത്തതായിരിക്കാം. എനിക്ക് ഉത്തരം അറിയില്ല. എങ്കിൽ അന്ന് 3000 പേർ സ്നാനമേറ്റു എന്ന് ബൈബിളോടെ പറയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നാലാമത് ഒരു വ്യക്തിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പൗലോസ് അപ്പോസ്തലനാണ്. അദ്ദേഹം മാത്രം രക്ഷിക്കപ്പെട്ട 3-ാം ദിവസമാണ് അദ്ദേഹം സ്നാനപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഷണ്ണൻ രക്ഷിക്കപ്പെട്ട ആ മിനിറ്റില്, ഫിലിപ്പൻ ജയിലർ ആ മണിക്കൂറില്, മാത്രമല്ല ആ പെന്തിക്കോസ്ത് നാളിലെ 3000 പേര് ആ ദിവസം. എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ മാത്രം രക്ഷിക്കപ്പെട്ടതിന്റെ 3-ാമത്തെ ദിവസം സ്നാനം. നമുക്ക് അതോടെ നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 9 മൊത്തം നമുക്ക് നോക്കാം. അവിടെ കാണാൻ പറ്റുന്നതാണ്, ഈ പൗലോസ് അപ്പോസ്തലൻ ദമസ്കസിലേക്ക് കടന്നു പോവുകയാണ്. ആ തന്റെ പക്കൽ പുരോഹിതന്റെ അധികാരപത്രമുണ്ട്. ഈ മാർഗം പിന്തുടരുന്നവരെ പിടിച്ചു കെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന് അവരെ തകർത്ത് കളയാൻ വേണ്ടി. എങ്കിൽ ആ ദമസ്കസിലേക്ക് പോകുന്ന യാത്രാമധ്യേ കർത്താവ് യേശു ക്രിസ്തു അവന് പ്രത്യക്ഷനായി. ശൗല, നീ ഉദ്ധരിക്കുന്നത് എന്ത്? ചോദിക്കുന്നു, നീ ആരാവുന്നു കർത്താവേ? ഞാൻ നീ ഉദ്ധരിക്കുന്ന യേശു ആവുന്നു. മുള്ളിനോട് ഉദയ്ക്കുന്നത് നിനക്ക് അസാധ്യം. അവിടെ അവൻ കമന്നു വീണു. കർത്താവിന്റെ പാദമെടുത്തെങ്കിൽ അവൻ വീണു. അവൻ യേശുവിനെ തന്റെ രക്ഷിതാവായി കണ്ടുമുട്ടി. പറഞ്ഞെങ്ങനെയാണ്? വീണ്ടും വായിച്ച് 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസം കണ്ണ് കാണാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. അവൻ കർത്താവിനെ കണ്ടുമുട്ടി. നീ ആരാവുന്നു കർത്താവിനെ വിളിച്ചിട്ട് കർത്താവിന്റെ പാദങ്ങൾ അവൻ മുട്ടുമടക്കി. പക്ഷെങ്കിൽ അവന് കണ്ണിന് കാഴ്ച നഷ്ടം. ആ കർത്താവിന്റെ ആ പ്രകാശോഭയിൽ അവന്റെ കാഴ്ച നഷ്ടമായിപ്പോയി. 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരുന്നു. അതിനുശേഷം അനന്യാസ് എന്ന മനുഷ്യ കർത്താവ് അങ്ങോട്ട് അയച്ചു. ഈ 3 ദിവസം ഇവൻ എന്താ ചെയ്യുന്ന അറിയാമോ? ബിഹോൾഡ് ഈ പ്രേയിങ്. വാക്യം നോക്കിയേ, 11-ാം വാക്യം 8-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 8-ന്റെ 11-ാം വാക്യം. കർത്താവ് അവനോട്,
നീ എഴുന്നേറ്റ് നീർവീഥി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർശോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. ഈ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട പൗലോസ് താൻ രക്ഷിക്കപ്പെട്ട ശേഷം ബിഹോൾഡ് ഈസ് പ്രേയിങ്, പ്രാർത്ഥിക്കുന്നു. അനന്യാസ് അവന്റെ അടുത്തേക്ക് ചെന്നു, ശൗല സഹോദര കാഴ്ച പ്രാപിക്കാന്ന് പറഞ്ഞു. എന്നറിയാമോ, അവന്റെ കണ്ണിൽ നിന്ന് ഇമ്മീഡിയറ്റ് ചെതുമ്പൽ പോലെ വീണു. വായിച്ച് 18-ാം വാക്യം. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലെ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാപൂർണ്ണമാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ആ 3-ാം ദിവസം അനന്യാസ് വന്ന് അവന് കാഴ്ച കിട്ടിയപ്പോഴേ അവന്റെ കണ്ണിൽ ചെതുമ്പൽ പോലെ വീണു. എന്ത് ചെയ്തു? അവൻ ആദ്യം എണ്ണീറ്റ് സ്നാനം ഏറ്റു. പിന്നീട് അവൻ ആഹാരം കഴിച്ചു. പൗലോസ് അപ്പോസ്തലൻ അവൻ ദമസ്കസിലെ പോകുന്ന വഴിമധ്യേ യേശുവിനെ കണ്ടുമുട്ടി. 3 ദിവസം അവൻ കാഴ്ചയില്ലായിരുന്നു. എങ്കിൽ കാഴ്ച ലഭിച്ച ആദ്യ സമയത്ത് അവൻ ചെയ്തത് അറിയാമോ? he obeyed the Lord in the waters of baptism. കർത്താവിനെ ജലത്തിൽ അവൻ സാക്ഷീകരിച്ചു. ആട്ടെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയും, രക്ഷിക്കപ്പെട്ടിട്ട് അടുത്ത് ചായ കുടിച്ചത് സ്നാനപ്പെട്ട ശേഷമാണ്. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടിട്ട് അടുത്ത് ചായ കുടിക്കുന്ന പോലും till that time he was only praying. രക്ഷിക്കപ്പെട്ടു, അവൻ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കാഴ്ച തിരിച്ചു കിട്ടി, അവൻ ആദ്യം സ്നാനമേറ്റു, പിന്നീട് അവൻ ആഹാരം കഴിച്ചു, ബലപ്പെട്ടു. ഞാൻ പറഞ്ഞു, ബൈബിളിൽ വ്യക്തമായിട്ട് സ്നാനം എവിടെയാണെന്നുള്ള കാര്യം. സ്നാനം രക്ഷിക്കപ്പെട്ട ഉടനെ ആരാ? ശമൻ. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ആ മണിക്കൂറിൽ ആരാ? ഫിലിപ്പിൻ ജയിലർ. മാത്രമല്ല, ആ ദിവസം ആ പെന്തിക്കോസ്ത് നാളിലെ അവിടെ 3000 പേർ. അവസാനം 3-ാം ദിവസം പൗലോസ് അപ്പോസ്തലൻ 3-ാം ദിവസം അവൻ സ്നാനമേറ്റുവെങ്കിലും അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. ഇങ്ങനെ പറയാൻ പറ്റും, രക്ഷയും സ്നാനവും ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും സ്നാനപ്പെടും. ഒരുപാട് പേര് പറയാറുണ്ട്, ഞാൻ കള്ളനെ പോലെ ആണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കള്ളനെ പോലെ ഞാൻ സ്വർഗത്തിൽ പോകും. സുഹൃത്തെ, ഒരു കാര്യം ഓർത്തുകൊള്ളൂ, സ്വർഗത്തിൽ കള്ളന്മാരില്ല. ആ ക്രൂശിലെ കള്ളൻ അവൻ സഭയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം അവൻ സഭയിൽ ഇല്ല. പെന്തിക്കോസ്ത് നാളാണ് സഭയുടെ ആരംഭം. കുരിശിലെ കള്ളൻ എവിടെയാ? അതിന് 50 ദിവസം മുമ്പാണ്. ഒരിക്കലും സഭയിൽ കള്ളന്മാരില്ല. സുഹൃത്തെ, നീ കള്ളനെ പോലെ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിനക്ക് ഒരിക്കലും നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സ്നാനത്തിൽ രക്ഷയില്ല, പക്ഷെ രക്ഷപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും സ്നാനപ്പെടും. വാസ്തവമായിട്ട് നീ ആത്മരക്ഷ അനുഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നീ ജലസ്നാനവും നീ അനുഭവിക്കും. കർത്താവിനെ അനുസരിക്കുവാൻ, കർത്താവിനുള്ള സ്നേഹം പ്രകടമാക്കുവാൻ ജലസ്നാനത്തെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അന്ന് വാഴ്ത്തപ്പെട്ട് ആമേൻ. kaithiri.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ, ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി kaithiri.com വെളിച്ചത്തിലേക്കൊരു തിരുനാൾ.